കുടിക്ക്. ഈ പാവയ്ക്ക് ജ്യൂസ് കുടിച്ചേ. എനിക്ക് പാവയ്ക്ക് ജ്യൂസ് ഒന്നും വേണ്ട. പാവയ്ക്ക് ജ്യൂസും വേണ്ട, നഴ്സിനും വേണ്ട അല്ലേ? ഇത് കുടിക്ക്. വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. നീ എന്നോട് ഇങ്ങനെ വാശി പിടിച്ചാ ഉണ്ടല്ലോ, ആ നേഴ്സ് വന്ന് നിന്നെ ബലമായിട്ട് അങ്ങ് കുടിപ്പിക്കും. അതിനാ ഞാൻ അവരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അവര് കുടിക്കാൻ പറഞ്ഞാ ഞാൻ കുടിക്കുമെന്നാ നിങ്ങളുടെ എല്ലാം തോന്നലാ അത്. കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ പിടിവാശി പിടിക്കല്ലേ ആദ്യ. അതൊക്കെ പോട്ടെ, നിനക്ക് എന്തുകൊണ്ടാ ഇപ്പൊ ഒരു നേഴ്സിനെ വേണ്ടെന്ന് ഇങ്ങനെ പറയുന്നത്? എന്നെ ഇവിടെ നോക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളപ്പോ ഒരു പരിചയമില്ലാത്ത നേഴ്സിന്റെ ആവശ്യമില്ലല്ലോ ഇവിടെ. നീ കേട്ടില്ലേ വേദാന്ത് ഇവളുടെ സംസാരമൊക്കെ? നീയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കേ. ആദ്യ, നീ ചുമ്മാ വാശി പിടിക്കല്ലേ മോളെ. ഇത് വാശി കാണിക്കേണ്ട കാര്യമല്ല. ഡോക്ടർ പറഞ്ഞൊക്കെ നിനക്കും അറിയാലോ. നിന്റെ മുന്നിൽ വെച്ചല്ലേ പറഞ്ഞേ. എനിക്ക് എല്ലാം അറിയാം. ഞാൻ തന്നെ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്, അവര് തന്നെ എന്നെ നോക്കിക്കോളും. നേഴ്സിനേക്കാളും നന്നായി നോക്കും. അവർക്കും എന്റെ മേൽ നിന്റെ അത്രയും തന്നെ ഉത്തരവാദിത്തമുണ്ട്. എന്താ, നീ ഒരാളോട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്നോ? ഓഫ് കോഴ്സ്. അതുകൊണ്ടാണ് ഞാൻ നേഴ്സിനെ വേണ്ട വേണ്ടാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. ആരോടാ നീ പറഞ്ഞത്? സർപ്രൈസ്. നോക്കുമോനെ, ഇന്നത്തെ കാലത്ത് ആരും താഴ്ന്നു കൊടുക്കില്ല. തറുതല പറയുക, മുൻകോപം കാണിക്കുക, കുറച്ച് കുറവുകളൊക്കെ ഉണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അടിപിടി കൂടും. എന്നാ സഹിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ കാര്യം മോനെ. നീയും അത് തന്നെയാ ചെയ്യുന്നത്. നിനക്ക് എത്ര ബുദ്ധിമുട്ട് വന്നാലും നിന്റെ ചേട്ടനെ ഒരു വാക്കുകൊണ്ട് പോലും നീ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പ്രശ്നങ്ങൾ എന്തു ആയിക്കോട്ടെ, അത് വലുതാക്കാതിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ഒരാള് ശരിയായ രീതിയിൽ ജീവിക്കുമ്പോൾ അവന് സഹായം ചെയ്യേണ്ടതൊരു ധർമ്മമല്ലേ? നമ്മൾ അതൊക്കെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇതെന്തോ ഹെവി സെന്റിമെന്റ്സ് ആയി. ഹലോ, ശരി, അങ്ങനെ ആരാ വരുന്നെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇനി അവര് വന്നില്ല എന്നുണ്ടെങ്കിലേ ഞാൻ ചുമ്മാ ഇരിക്കില്ല. നോനു, അങ്ങനത്തെ സീനൊന്നും ഉണ്ടാവേയില്ല. അവരൊരു പ്രാവശ്യം കമ്മിറ്റ് ചെയ്താ പിന്നെ തീർന്നു. പിന്നെ അവരുടെ വാക്ക് അവര് തന്നെ കേൾക്കില്ല. ഇതെല്ലാം കുറച്ച് ഓവറാ മോളെ. വരുന്നവര് വരട്ടെ. നീ ജ്യൂസ് കുടിക്കാൻ നോക്ക്. സോറി ചേട്ടാ, എനിക്ക് ഈ പാവക്ക ജ്യൂസിനും കഴിഞ്ഞ ജന്മം മുതലേ ശത്രുതയാ. സോ ഐ എം വെരി സോറി. അഞ്ജു, അഞ്ജു, ആ കഴുത ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുക. അയ്യോ അഞ്ജു, ഒന്ന് വേഗം വാ, ഒന്ന് വേഗം വരാൻ. ഇന്നലെ പോയ കോളേജിൽ നിന്ന് നിന്നെ വിളിക്കുന്നുണ്ട്. ലാൻഡ് നമ്പറിൽ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് എന്റെ നമ്പർ കൊടുത്തില്ലായിരുന്നു, അതിലേക്ക് വിളിച്ചതാ. എനിക്കറിയില്ല, നീ സംസാരിക്കും. എന്താ ചേച്ചി പറയണേ? ഞാൻ ചോദിച്ചില്ല, നീ സംസാരിക്കും. ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നേ? സംസാരിക്കുന്നേ. എനിക്ക് അഡ്മിഷൻ കിട്ടി. ഇന്നലെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇന്നെങ്ങനെ കിട്ടി? എനിക്ക് എങ്ങനെ അറിയാം? അവര് സീറ്റ് കൺഫേം ആയിന്ന് പറഞ്ഞു, അത്ര തന്നെ. ഞാനേ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് വരാം. ഹലോ. വിജയം അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല മോനെ. ജയിച്ചു എന്ന് വിചാരിച്ച് നീ അഹങ്കരിക്കൊന്നും വേണ്ട. കളി ഇനിയും കഴിഞ്ഞിട്ടില്ല. വേദാന്തിനെ വിളിച്ചിട്ട് വന്നോന്നും പറഞ്ഞ് ഭയങ്കര ഷോ ആയിരുന്നല്ലോ. ഇപ്പൊ സംബന്ധക്കാരുടെ വീട്ടില് നന്നായിട്ട് ആരതി എടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? നിങ്ങൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വിളിച്ചത് വളരെ നന്നായി.
നന്നായിട്ട് ആരതി എടുത്തെന്ന് കരുതുന്നുണ്ടാവും. പക്ഷെ എനിക്ക് പ്രസാദം കിട്ടിയെന്നുള്ള സന്തോഷത്തില. ഇത്രയും ദിവസം ചേട്ടൻ കാണാതെ ഒളിച്ചും പാത്ത് നിൽക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ സിംഹത്തെ പോലെയാണ് ഞാൻ നടക്കുന്നേ. ഇങ്ങനത്തെ കമ്പാരിസണൊക്കെ നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ ധ്രുവ. എന്നാലും നല്ലതുപോലെ അടി കിട്ടിയിട്ടുണ്ടാവുമല്ലേ? ദുഷിച്ച കണ്ണിൽ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ കാണാൻ പറ്റും? ചേട്ടൻ അനിയനെ അടിച്ചാൽ അത് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഈഗോ എനിക്കില്ല. എവിടെയാണ് കൂടുതൽ സ്നേഹമുള്ളത് അവിടെ ദേഷ്യവും ഉണ്ടാകും. നീ എത്ര സംസാരിച്ചാലും എന്തൊക്കെ ഷോ കാണിച്ചാലും വേദാന്ത് നിന്നെ ഒരിക്കലും കെയർ ചെയ്യില്ല. നീ വെറുതെ നിന്റെ എനർജി വേസ്റ്റ് ചെയ്യാണ്. അവസാനം ഞാൻ പറയുന്നത് എന്താണോ അത് മാത്രമേ വേദാന്ത് കേൾക്കുള്ളൂ. ഈ കുടുംബത്ത് സുഹാസിനി മേനോൻ പറയുന്നതാണ് അവസാനത്തെ വാക്ക്. ഞാൻ എന്താണെന്നുള്ളത് മറന്നു പോവരുത്. ഞാൻ വിചാരിച്ചാൽ ഇവിടെ പലതും നടക്കും. ഓ സ്വപ്നം. എന്റെ മുന്നിൽ നീ അഹങ്കാരം കാണിക്കുന്നു. തെരുവ് പട്ടിയെന്ന് കരുതി വിട്ടപ്പോ കുരയ്ക്കുന്നു. ഇനി നിന്നെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഏട്ടത്തി, ഇനി മുതൽ നിങ്ങളുടെ ഈ പിടിവാശി ഒന്നും നടക്കില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വയറ്റിലൊരു കുറുമ്പനോ കുറുമ്പയുണ്ട്. വാവ കുറച്ച് വളർന്ന് വലുതാകുമ്പോ എന്റെ ആന്റി എന്നെ നോക്കിയില്ലല്ലോ എന്ന് പരാതി പറയാനൊന്നും പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് കുടിച്ചേ പറ്റൂ. അമൂല്യ, ടൈം പാസ് ആവട്ടെ എന്ന് കരുതി ഞാൻ നിന്നെ വിളിച്ചപ്പോ നീ എന്നെ പാവക്ക ജ്യൂസ് കുടിപ്പിക്കുകയാണോ? ഈ ജ്യൂസ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാനൊരു സീക്രട്ട് പറയട്ടെ. നാക്കിന് ഇഷ്ടമില്ലാത്തതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ ഇഷ്ടമുള്ളതാ. പാവയ്ക്ക നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വിട്ടേക്ക്, നോ ടെൻഷൻ. എന്ന് വെച്ചാ ഞാനിപ്പോ പാവയ്ക്ക ജ്യൂസ് കുടിക്കേണ്ട ആവശ്യമില്ലല്ലേ? അങ്ങനെ ആരാ പറഞ്ഞത്? ഇത് പാവയ്ക്ക ജ്യൂസ് ആണെന്നുള്ള ചിന്തയില്ലാതെ ഇതങ്ങ് കുടിച്ചോളാനാ പറഞ്ഞു. നിങ്ങൾ ഇതിന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സൂപ്പർ കഥ പറഞ്ഞുതരാം. അപ്പൊ ചേച്ചിയുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ആ സ്റ്റോറിയിലേക്ക് തന്നെയാവും. കയ്പാണെന്ന് പോലും ചിന്തിക്കാതെ അകത്തേക്ക് പോയിക്കോളൂ. എന്തു പറയുന്നു? എന്തോ ലോജിക്ക് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുകയാണല്ലേ? ചേച്ചേ, എനിക്ക് ലോജിക് ഒന്നും അറിയില്ല ഏട്ടത്തി. എനിക്ക് ആകെ അറിയുന്നത് മാജിക്കാ. എനിക്ക് പോകുന്ന വഴി ഏതാണെന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ല, ഡെസ്റ്റിനേഷൻ ഏതാണോ അതാണ് എനിക്ക് ഇമ്പോർട്ടന്റ്. ഇതൊരു തരം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള പോലെയാ. പാവയ്ക്ക ജ്യൂസ് ചേച്ചിക്ക് ഇഷ്ടമല്ല. സോ നിങ്ങൾക്ക് പാവയ്ക്ക ജ്യൂസ് കുടിക്കുന്നതെന്ന് തോന്നാൻ പാടില്ല. പക്ഷെ ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാ. എനിക്കാണെങ്കിൽ ഇത് നിങ്ങളെ ഒന്ന് കുടിപ്പിച്ചേ പറ്റുള്ളൂ. ഓക്കെയാണോ? ചിലപ്പോഴൊക്കെ നീ സംസാരിക്കുന്നത് നിനക്ക് മാത്രമേ മനസ്സിലാവൂ. ശരി, ഓക്കെ. എന്തോ കഥയെ പറ്റി പറഞ്ഞല്ലോ, അത് പറ. ഇതാണ് ഗുഡ് ഗേളിന്റെ ലക്ഷണം എന്ന് വെച്ചാ. ഒരു നാട്ടില് ഒരു രാജകുമാരനുണ്ടായിരുന്നത്രേ. അവന്റെ പേരെന്താണെന്ന് അറിയാമോ? അവൻ ഉണ്ടായിരുന്നോന്ന് പോലും അറിയില്ല. പിന്നെ എങ്ങനെ അവന്റെ പേരറിയുന്നേ? സിദ്ധാർത്ഥ് രാജകുമാരൻ എന്നാണ് അവന്റെ പേര്. അയ്യോ, നിങ്ങൾ കുടിക്കേട്ടത്തി. ഇത് മുമ്പ് ശരിക്കും നടന്ന കഥയാ. ഈ കഥയ്ക്ക് 100 വർഷത്തെ പഴക്കമുണ്ട്. ശരി ശരി, കുടിപ്പിക്ക്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ആര്യാദേവി. അത് ശരി. ആദ്യം നോക്ക ഒരാള് വരുമെന്ന് പറഞ്ഞിട്ട് ആ വന്ന ആളിപ്പോ ഈ കഴുതയാണോ?
ആദ്യം പറഞ്ഞത് സത്യമാണ്. ഇവളൊരു കാര്യത്തിൽ കമ്മിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. അത്രയ്ക്കും സ്ട്രോങ് ആ ഇവള്. ആക്ച്വലി അല്ല, വെറും പാവ ഇവള്. ഇന്നലെ അത്രയും വഴക്കുണ്ടായിട്ടും എന്റെ അനിയത്തിയെ നോക്കാൻ ഇവള് വന്നിട്ടുണ്ടെങ്കിൽ ഷീ ഈസ് റിയലി സെൽഫ്ലെസ്. വീണ്ടും ഈ കഴുതക്കുട്ടിയെ എന്നാ കാണുകയെന്ന് വിചാരിച്ചിരുന്നു. എന്റെ പ്രാർത്ഥന ഏതായാലും ഗുരുവായൂരപ്പൻ കേട്ടല്ലോ. അങ്കിൾ, ഞാൻ പോയിട്ട് വരാം. ഒരു മിനിറ്റ്. രാത്രി ഇങ്ങനെ ലേറ്റ് ആയാ ഞാൻ വിളിക്കാം. ഇരുട്ടത്ത് ഒറ്റയ്ക്ക് വരുന്നത് സേഫ് അല്ലെന്ന് വിചാരിച്ചിട്ടാ. ശരി, ആയിക്കോട്ടെ. അച്ഛാ, ഞാൻ റെഡി ആയിട്ട് വരാം. ശരി. കോഫി കുടിക്കേ. വാവ്, കോഫി വളരെ നന്നായിട്ടുണ്ട്. താങ്ക്സ്. വരൂ ബാസ്. ബാസ്, എന്താടോ സുമേഷേ, ഇവരാരാ? ഇന്റർവ്യൂവിന് വന്നതാണ് ബോസേ. വാട്ട് ഇന്റർവ്യൂ? ഏത് പോസ്റ്റിലേക്ക്? എന്റെ ബോസ് ഗജനിയായി മാറിയോ? എല്ലാം മറന്നു തോന്നുന്നു. എടോ സുമേഷേ, തന്നോട് ഞാൻ ഈ ചോദിച്ചത്. അതെ ബോസേ, അഡ്മിൻ പോസ്റ്റിലേക്ക് പുതിയ കാൻഡിഡേറ്റിനെ വിളിക്കാൻ പറഞ്ഞിരുന്നല്ലേ? വാട്ട്? ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നോ? നിങ്ങളുടെ സമയം കളഞ്ഞതിന് എന്നോട് ക്ഷമിക്കണം. ഇവിടെ പോസ്റ്റിലേക്ക് ഒഴിവില്ല. എന്റെ ദൈവമേ, ബോസിന് ഈ ഗ്യാപ്പിൽ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്ത് ബോസിനെ പോലെയുള്ള വേറെ ആരെങ്കിലും ഇവിടെ വന്നിരിക്കുന്നതാണോ ഇത്? ഇറ്റ്സ് ഓക്കെ സർ, നോ പ്രോബ്ലം. ബാസ്, ഇന്റർവ്യൂ ചെയ്തില്ലെങ്കിൽ അഡ്മിൻ പോസ്റ്റ് ഒഴിഞ്ഞു തന്നെ കിടക്കും. അമൂല്യ മേഡം വരില്ല എന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞേ? ഒഴിഞ്ഞു കടന്നോട്ടെ, അതിന് പ്രശ്നമൊന്നുമില്ല. ഒരു ദിവസം പറഞ്ഞത് പിന്നെ വേറൊരു ദിവസം ഇങ്ങനെ മാറ്റുകയാണെങ്കിൽ എന്തായാലും ഇത് എന്റെ ബോസ് അല്ല എന്നുള്ളത് ഉറപ്പാ. തൽക്കാല പൊസിഷൻ ഇപ്പോ ഒഴിഞ്ഞു തന്നെ കിടക്കട്ടെ. അമൂല്യ വരുന്നവരെ വേറെ ആരെയും ഹയർ ചെയ്യണ്ട. ശരി ബോസ്, നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ആവട്ടെ. പക്ഷേ അവര് വരുന്നവരേക്കും ആ പൊസിഷൻ ആര് ഹാൻഡിൽ ചെയ്യും? വേറെ ആരാ? താൻ തന്നെ. നിങ്ങളുടെ പി എ ആയിട്ട് നിൽക്കുന്നതന്നെ വലിയ കഷ്ടപ്പാടാ. ഇനി ഇതും കൂടെ എന്റെ തലയിലേക്ക് വന്ന എന്റെ കാര്യം പോക്കാണ് ബോസേ. താനൊന്നും പറയണ്ട. അമൂല്യ എല്ലാം മാനേജ് ചെയ്യായിരുന്നല്ലോ, താനും മാനേജ് ചെയ്യേ. അപ്പൊ ഞാൻ പറയാം താൻ എഫിഷ്യന്റ് ആണെന്ന്. മൈൻഡ് വോയിസ് മനസ്സിലാക്കുന്ന ഒരേ ഒരു ജീവി എന്റെ ഈ ബോസാ. എന്റെ വിധി. എന്താ ചേച്ചി ഒരുമാതിരി ആയിട്ടുണ്ടല്ലോ? എന്തു പറ്റി? ഒന്നുമില്ല അമ്മു. നീ എന്ത് ചോദിച്ചാലും ആദ്യം അത് പറയില്ലല്ലോ. നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം സംതിങ് ഈസ് റോങ് എന്ന്. അതെന്താന്നൊന്ന് പറയാരതി. ഒരു പ്രശ്നവും ഇല്ല. അത് വിക്കി എനിക്കൊരു ഡയമണ്ട് നെക്ലസ് ഗിഫ്റ്റ് തന്നിരുന്നു ഏട്ടത്തി. അത് വിക്കി ഇത്രയും നാളെ എന്നോട് ചോദിച്ചിട്ടേ ഇല്ല. ഇന്നിപ്പോ പെട്ടെന്ന് പുറത്തു പോകാം, നീ ആ നെക്ലസ് ഇടുന്ന് എന്നോട് പറഞ്ഞു.
ഇന്നലെ ഞാനത് അതിഥിക്ക് ഡാൻസിന് എന്തിനോ വേണമെന്ന് പറഞ്ഞ് അമ്മുവിന്റെ കയ്യിൽ കൊടുത്തു വിട്ടിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞ വിക്കിക്ക് അത് ഇഷ്ടാവോന്ന് എനിക്ക് പേടിയാവുന്നു. അത്രേ ഉള്ളോ? ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഓക്കെ ആണോ? അയ്യോ കൊച്ചേ, വിക്കി ചേട്ടൻ നിന്റെ അടുത്ത് എന്തു പറയുന്നു നീ ടെൻഷൻ ആവുന്നുണ്ടല്ലേ? നിന്റെ അടുത്ത് എന്താ പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇല്ല ഏട്ടത്തി, ആ നെക്ലസ് ഇട്ടിട്ട് വാ എന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ നീ ഉള്ള കാര്യം പറഞ്ഞ അവന് ഒന്നും പറയില്ല. അവനതിനെപ്പറ്റി ചിന്തിക്ക് പോലും ഇല്ല ആരതി. നീ എന്റെ സെറ്റ് എടുത്തോ, അതിന്റെ ഡിഫറൻസ് ഒന്നും അവന് മനസ്സിലാവില്ല. അങ്ങനെയാണോ? അതിൽ ഒരു ഡൗട്ടും ഇല്ല. അവൻ അതിനെപ്പറ്റി ഒന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ആണോ? ആണുങ്ങളൊക്കെ അങ്ങനെ ആരതി, നീ വെറുതെ ടെൻഷൻ ആവണ്ട. അതെ, ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിക്ക്. എല്ലാം ക്ലിയർ ആയില്ലേ? അഞ്ജുവിന് സീറ്റ് കിട്ടിയത്രേ. ഇന്ന് ഉറപ്പായിട്ടും അഡ്മിഷൻ എടുത്തിട്ടേ വരൂ എന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു. ആണോ ഏട്ടത്തി? അല്ല, ഇന്നലെ ചേട്ടൻ അത്രയും സംസാരിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ട് സമ്മതിക്കാത്ത ആള് ഇന്ന് അവരായിട്ട് തന്നെ എങ്ങനെയാ സീറ്റ് തരാന്ന് പറഞ്ഞത്? വേറെ എന്തിനാ, ഈ വിഷയത്തില് വേദാന്തേട്ടന് എൻട്രി കിട്ടിയല്ലോ, അതുകൊണ്ട്. എന്ത്? ചേട്ടൻ എൻട്രി ആയിട്ടുണ്ടെന്നോ? ഞാൻ അങ്ങനെയാണ് കാണുന്നത് ഏട്ടത്തി. എന്താന്ന് വെച്ചാ ഇന്നലെ ചേട്ടൻ വേദാന്ത ചേട്ടനോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവര് ഫോൺ വിളിച്ചിട്ട് നല്ലോണം വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. എന്റെ കള്ളച്ചെറുക്കൻ ശരിക്കും ഒരു ജെന്റിൽമാനാ. എന്റെ അടുത്ത് സംസാരിക്കുന്നില്ലെങ്കിലും ഞാൻ ഹെൽപ്പ് ചോദിച്ചില്ലെങ്കിലും എന്റെ അനിയത്തിക്ക് ഒരു ഹെൽപ്പ് ചെയ്തല്ലോ. ചേച്ചി, നിങ്ങൾ വെറുതെ സ്റ്റെപ്പ് ഇറങ്ങി സ്ട്രെയിൻ ചെയ്യണ്ട. ഞാൻ പോയിട്ട് വരാം. സാരമില്ല, ഡോർ വരെ ഞാനും വരാം. കുഴപ്പമില്ല ചേച്ചി, ഇത്രയും നേരം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇനി പോയി റെസ്റ്റ് എടുക്ക്. നീ ഒരുത്തി കൂടെ ഇനി റെസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ ബാക്കിയുള്ളൂ. ശരി, പോയിട്ട് വാ, കാണാം. ആരതി ചേച്ചി, ഞാൻ പോവാ. താങ്ക് യു വേദാന്ത്. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണെങ്കിലും അഞ്ജുവിന് ഇഷ്ടപ്പെട്ട കോളേജില് അവൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി സംസാരിച്ചില്ലേ? താങ്ക്സ് അമൂല്യ. ഞാൻ അത്രയും വഴക്കിട്ടിട്ടും ഒന്നും ആലോചിക്കാതെ എന്റെ ആദ്യം നോക്കാൻ നീ ഇവിടെ വരെ വന്നില്ലേ? ഞാൻ വീട്ടിൽ കൊണ്ടുവിടാൻ വരാന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പറയൂ വേദാന്ത്. ഒന്നും ആലോചിക്കാതെ തന്നെ ഞാൻ ഓക്കേന്ന് പറയും. നമ്മുടെ ഇടയിലുള്ള ഡിഫറൻസസ് ഒക്കെ മാഞ്ഞു പോവാണോ? വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്ത് തരാൻ പറ്റുമെന്നൊന്ന് ചോദിക്കാം അമൂല്യ. വീട്ടിനകത്തേക്ക് വരില്ല എന്നേ പറഞ്ഞുള്ളൂ. ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്, പ്രശ്നമില്ല. ഞാൻ ഇറങ്ങുവാ. ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കും നോക്കിയേ കഴുത. ഇറങ്ങുവാണെന്നാ പറഞ്ഞേ. ഞാൻ കേൾക്കുന്നുണ്ട്. നീ എങ്ങനെയാ പോകുന്നേ? ഞാൻ ഓട്ടോ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വരും. ഓ ആണോ? ഓക്കെ. ഇത്രയും പറഞ്ഞിട്ടും ഞാൻ കൊണ്ടുവിടാന്ന് പറയുന്നില്ല. അഹങ്കാരി.
പ്ലീസ് വേദാന്ത്, എന്നെ ഒരു പ്രാവശ്യം തിരിഞ്ഞു നോക്ക്. ഒന്ന് എന്നെ നോക്കാം മൂല്യ. ആദ്യം തനിക്ക് വേണ്ടപ്പെട്ട ഒരാളെയാണ് ഇവിടേക്ക് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോ അത് നിന്നെയാണെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. നീയാണ് ഇവിടേക്ക് വരുന്നതെന്ന് ഞാൻ ആദ്യം തന്നെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ വീടിന്റെ പടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അതിനൊരു സംശയമില്ല. നീ വന്നാൽ എനിക്കതൊരു തോൽവിയാണ്. ഒരു കാരണവശാലും നിങ്ങൾ രണ്ടുപേരും ഒന്നാകാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ വഴിക്ക് തടസ്സം വന്ന ധ്രുവയെ ഞാൻ വെറുതെ വിട്ടില്ല. പിന്നെയാണോ നീ? അങ്ങനൊരു ചാൻസേ ഇല്ല.